പ്രിയരെ, ഇത് അനുഗ്രഹത്തിൻ്റെ കൃപാവരം നമ്മളിലേക്ക് ദൈവം വർഷിക്കുന്ന പുലർകാല വിചിന്തനം. ഇന്നത്തെ ഈ പുലർകാല വിചിന്തനത്തിൽ നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് ഇസഹാക്കിൻ്റെ പുത്രന്മാരിൽ മൂത്തവൻ ഏസാവിനെ കുറിച്ചാണ്. കാരണം അനുഗ്രഹത്തെ രണ്ടാമതൊരാലോചനയ്ക്ക് പോലും വിധേയപ്പെടുത്താതെ നിർദ്ധയം ഒരു പാത്രം പായസത്തിൻ്റെ മുൻപിലേക്ക് വലിച്ചെറിഞ്ഞ് ജീവിതത്തിലുടനീളം ശാപഗ്രസ്തനായി മാറിപ്പോയ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുവാൻ പോകുന്നത്. ഒരു ദിവസം ഏസാവ് നായാട്ടിന് താല്പര്യമുള്ളവനായിരുന്നു. ഒരു പകല് മുഴുവൻ നായാടി ഒന്നിനെയും കിട്ടാതെ തളർന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ഉഗ്രമായ വിശപ്പ് ആ മനുഷ്യനെ വേട്ടയാടുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അനുജൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കടിഞ്ഞൂൽ പുത്രാവകാശം തട്ടിയെടുക്കുവാൻ കൂടിയാലോചന നടത്തി അമ്മയുടെ പദ്ധതി പ്രകാരം വിശന്നു വരുന്നവൻ്റെ മുൻപിലേക്ക് നല്ലൊരു പായസമുണ്ടാക്കി കാത്തിരിക്കുകയാണ് യാക്കോബ്. കെണിയാണെന്നറിയാതെ വിശപ്പിൻ്റെ ആധിക്യം മൂലം വീടിനരികിലേക്ക് ആ മനുഷ്യൻ തളർന്നു വരുമ്പോൾ വീട്ടിൽ പായസം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കോപ്പ പാത്രവുമായിട്ട് അനുജൻ്റെ അരികിൽ പോയിരുന്നിട്ട് പറഞ്ഞു, അനുജ വിശക്കുന്നുണ്ട്, ഇത്തിരി പായസം എനിക്ക് താ. അപ്പൊ അനുജൻ പറഞ്ഞു, നിനക്ക് ഞാൻ പായസം തരാം, പക്ഷെ നിന്റെ കടിഞ്ഞൂൽ പുത്ര അവകാശം നീ എനിക്ക് നൽകണം. ചെറുപ്പം മുതൽ താൻ കളിക്കുന്ന ഒരു കളിപ്പാട്ടത്തിൻ്റെ മേൽ അനുജൻ കണ്ണുവെച്ച് എനിക്ക് വേണമെന്ന് ചോദിച്ചാൽ അതെടുത്ത് കൊടുത്തുകൊണ്ടിരുന്ന ഏസാവെന്ന് പറയുന്ന മനുഷ്യൻ അപ്പോൾ ഒന്നും തോന്നിയില്ല. രണ്ടാമതൊരാലോചന നടത്താതെ ദൈവസിദ്ധമായ അയാളുടെ കരങ്ങളിലേക്ക് വന്ന കടിഞ്ഞൂൽ പുത്രാവകാശത്തെ നിർദ്ധയമെടുത്ത് അനുജന് കൊടുത്തിട്ട് പറഞ്ഞു, പായസം തരാൻ പറഞ്ഞു. വിശപ്പ് കറ്റിയയാള്. പ്രിയപ്പെട്ടവരെ, അവിടെ ആ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളുടെ മേഖലകളിൽ നിന്ന് പുറന്തള്ളപ്പെടുകയായിരുന്നു. ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന ഈ തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. ദൈവസിദ്ധമായി നിങ്ങൾക്ക് മാത്രം ലഭിച്ചിരിക്കുന്ന ചില അനുഗ്രഹങ്ങളെ ഉഗ്രമായ വിശപ്പിൻ്റെയും ആഗ്രഹത്തിൻ്റെയും തൃഷ്ണയുടെയും പേരിൽ നിങ്ങൾ കളങ്കപ്പെടുത്തിയാൽ, പണയപ്പെടുത്തിയാൽ, പിന്നീട് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന പല അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതാകും. ഏസാവിൻ്റെ ജീവിതം അത് പഠിപ്പിക്കുന്നുണ്ട്. വാർദ്ധക്യത്തിലെത്തിയ അപ്പൻ തൻ്റെ മൂത്ത പുത്രന് കൊടുക്കേണ്ട അനുഗ്രഹം കൊടുക്കുവാൻ വേണ്ടി ഏസാവിനോട് പറഞ്ഞു, എനിക്ക് കാട്ടിറച്ചി കഴിക്കുവാൻ ആഗ്രഹമുണ്ട്, നീ വേട്ടയാടി കാട്ടിറച്ചിയെ പാകപ്പെടുത്തി കൊണ്ടുവരണം, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. മറിഞ്ഞിരുന്ന് കേട്ട തന്ത്രശാലിയായ അനുജൻ യാക്കോബ് ഒരാടിനെയും കൊന്ന് രോമക്കുപ്പായമിട്ട് അപ്പൻ്റെ അരികിൽ പോയിരുന്ന് ഇത് വിളമ്പിക്കൊടുത്ത് അപ്പൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം മുഴുവൻ അടിച്ചു മാറ്റി. ഒടുവിൽ തളർന്ന് കുത്തി വേട്ടയാടിക്കൊണ്ടുവന്ന ഇറച്ചി പാകപ്പെടുത്തി അപ്പൻ്റെ അരികിൽ പോയിരിക്കുന്ന ഈ ഏസാവിനോട് ഇസഹാക്ക് പറയുന്നുണ്ട്, നിനക്ക് നൽകാനുള്ള എല്ലാ അനുഗ്രഹവും ഞാൻ കൊടുത്തു കഴിഞ്ഞു. കണ്ണുനീരോടെ കെഞ്ചുന്നുണ്ട് അപ്പൻ്റെ കാൽപാദങ്ങളുടെ അരികിലിരുന്ന്, ഒരനുഗ്രഹം പോലും നീ എനിക്ക് ബാക്കി വെച്ചിട്ടില്ലേ, ഒരനുഗ്രഹം പോലും നീ എനിക്ക് ബാക്കി വെച്ചിട്ടില്ലേ. പ്രിയപ്പെട്ടവരെ, ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ നീ അത്രമാത്രം പ്രാധാന്യത്തോടുകൂടെ കാണണം. അതിനെ നിന്റെ കേവലമായ വിശപ്പിൻ്റെ മുൻപിൽ, വിശപ്പ് അത്രയും വലിയ പ്രാധാന്യമാണെങ്കിൽ കൂടിയും അതിൻ്റെ മുൻപിൽ പോലും നീ അടിയറ വയ്ക്കുവാൻ പാടില്ല. ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ചില അനുഗ്രഹങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാൽ ജീവിതം നിനക്ക് സമൃദ്ധി നൽകിയിരിക്കും. അനുഗ്രഹമുള്ള മനുഷ്യനായി നീ മാറുകയും ചെയ്യും. ഈ പ്രഭാതം അനുഗ്രഹമുള്ളതാകട്ടെ. ഈശോയെ, അവിടുന്ന് എനിക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ അതിൻ്റെ പ്രാധാന്യമറിഞ്ഞ് നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ, നിന്റെ കൃപയിൽ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഈ ഒരു ദിവസം എനിക്ക് കൃപയുടെ ദിവസമായി മാറണമേ. ആമേൻ.